മതം മാറിക്കഴിഞ്ഞും പഴയ ജാതിപ്പേരും സംവരണ ആനുകൂല്യങ്ങളും കൈക്കലാക്കുമെന്ന് ആരും ഇനി വിചാരിക്കേണ്ട. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് തമിഴ്നാട് സർക്കാർ കൊണ്ടുവന്ന ആ കുറുക്ക് വഴിക്ക് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതി തടയിട്ടിരിക്കുകയാണ്. ഇനി ആ പണി ഇവിടെ വേണ്ടെന്ന് കോടതി അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുകയാണ്. മതപരിവർത്തകർക്ക് ഒരു കടുത്ത മുന്നറിയിപ്പായിട്ടാണ് ഈ വിധി രാജ്യമെമ്പാടും മുഴങ്ങുന്നത്. മതപരിവർത്തനം നടത്തുന്നവർക്ക് പഴയ ജാതി ആനുകൂല്യങ്ങൾ തുടരാൻ അനുവാദം നൽകുന്ന തമിഴ്നാട് സർക്കാരിന്റെ വിവാദ ഉത്തരവ് മദ്രാസ് ഹൈക്കോടതി പൂർണ്ണമായും റദ്ദാക്കിയിരിക്കുകയാണ്. ജസ്റ്റിസുമാരായിട്ടുള്ള GR സ്വാമിനാഥൻ, PB ബാലാജി എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഭരണഘടനാ വിരുദ്ധവും അവസരവാദപരവുമായിട്ടുള്ള സർക്കാർ ഉത്തരവിനെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചത്. തൂത്തുക്കുടി സ്വദേശിയായ പരമശിവം എന്ന യുവാവ് 2015 ഇസ്ലാം മതം സ്വീകരിച്ച് സമീർ അഹമ്മദ് എന്ന പേര് സ്വീകരിച്ചതോടെയാണ് ഈ നിയമ പോരാട്ടം തുടങ്ങിയത്. മതം മാറിയ ശേഷം തനിക്ക് സംവരണ ആനുകൂല്യമുള്ള മുസ്ലിം ലബ്ബൈ വിഭാഗത്തിന്റെ സർട്ടിഫിക്കറ്റ് വേണമെന്നായിരുന്നു ഇയാളുടെ ആവശ്യം. എന്നാൽ തഹസിൽദാർ ഇത് നിരസിച്ചതിനെ തുടർന്ന് ഇയാൾ കോടതിയെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് 2024 മാർച്ച് 3 തമിഴ്നാട് സർക്കാർ വിചിത്രമായിട്ടുള്ള ഒരു ഉത്തരവിറക്കുന്നത്. ഹിന്ദു മതത്തിലെ പിന്നാക്ക പട്ടികജാതി വിഭാഗങ്ങളിൽ നിന്നും ഇസ്ലാം മതത്തിലേക്ക് മാറുന്നവർക്ക് OBC മുസ്ലിം വിഭാഗത്തിന്റെ സംവരണ ആനുകൂല്യം തുടർന്നും നൽകാം എന്നായിരുന്നു സർക്കാരിന്റെ ഉത്തരവ്. മുൻപ് കോടതികൾ വിലക്കിയ ഒരു കാര്യം വോട്ട് ബാങ്ക് പ്രീണനത്തിന് വേണ്ടി മറികടക്കാനാണ് തമിഴ്നാട് സർക്കാർ ഈ ഉത്തരവിറക്കിയത്. കേവലം മതത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ആർക്കും സംവരണം നൽകാൻ ഭരണഘടന അനുവദിക്കുന്നില്ല എന്ന സുപ്രധാനമായിട്ടുള്ള സത്യമാണ് കോടതി ഇവിടെ വീണ്ടും ഓർമ്മിപ്പിച്ചത്. ഈ വിധിയിലൂടെ വളരെ പ്രസക്തമായിട്ടുള്ള ചില ആത്മപരിശോധനകൾക്ക് കൂടിയാണ് കോടതി വഴി തുറന്നിരിക്കുന്നത്. ഇസ്ലാമിക പ്രഭാഷകരും മിഷണറിമാരും നൂറ്റാണ്ടുകളായി അവകാശപ്പെടുന്നത് തങ്ങളുടെ മതങ്ങളിൽ ജാതി വ്യവസ്ഥയോ വിവേചനങ്ങളോ ഇല്ലെന്നും എല്ലാവരും തുല്യരാണെന്നുമാണ്. അങ്ങനെ വലിയ അവകാശവാദങ്ങളുടെ മതം മാറ്റിയ ശേഷം സംവരണത്തിന് വേണ്ടി വീണ്ടും ജാതിയുടെ ആനുകൂല്യങ്ങൾ ചോദിക്കുന്നത് അങ്ങേയറ്റം കാപട്യമാണെന്ന് കോടതി നിരീക്ഷിച്ചു. ഹിന്ദുമതം ജാതീയത കൊണ്ട് നിറഞ്ഞതാണ്, ലോകത്തിലെ ഏറ്റവും വലിയ അഴുക്കുചാലാണ് എന്നൊക്കെ പ്രസംഗിക്കുന്ന ഇതേ മതപരിവർത്തകർക്ക് തന്നെ സെമറ്റിക് മതങ്ങളായ ക്രിസ്തു മതത്തിലും ഇസ്ലാമിലും പക്ഷേ ജാതി സംവരണം വേണം. എന്നാൽ ക്രിസ്തു മതത്തിലും ഇസ്ലാമിലും ജാതി ഉണ്ടെന്ന് സമ്മതിച്ചു തരാനും വയ്യ. ആ ഇരട്ടത്താപ്പ് ഇനി വേണ്ട. ഇസ്ലാം മതം ഒരു സമത്വസുന്ദരമായിട്ടുള്ള സമൂഹത്തെയാണ് വിഭാവനം ചെയ്യുന്നത് എന്നാണല്ലോ വെപ്പ്. അതുകൊണ്ട് തന്നെ തമിഴ്നാട് സർക്കാരിന്റെ ഈ ഉത്തരവ് ഭരണഘടനാ വിരുദ്ധം മാത്രമല്ല, ഇസ്ലാമിക തത്വങ്ങൾക്ക് പോലും വിരുദ്ധമാണെന്ന് കോടതി വ്യക്തമാക്കി. ഒപ്പം പട്ടികജാതിക്കാരെയും മറ്റു പിന്നാക്കക്കാരെയും ഒരേ തട്ടിൽ കൊണ്ടുവന്ന് കൂട്ടിക്കലർത്തിയ സർക്കാരിന്റെ നടപടിയിലെ വലിയ പിഴവും കോടതി തുറന്നു കാട്ടി. ചുരുക്കത്തിൽ ഇനി മുതൽ ഇസ്ലാം മതത്തിലേക്ക് മാറിയാൽ നിങ്ങൾ ഒരു സാധാരണ മുസ്ലിം മാത്രമായിരിക്കും. അതിനപ്പുറം പഴയ ജാതി ആനുകൂല്യങ്ങൾ വേണമെന്ന് വാശി പിടിക്കാൻ കഴിയില്ലെന്ന് കോടതി അടിവരയിട്ട് പറയുന്നു. യഥാർത്ഥ പിന്നാക്ക ജനവിഭാഗങ്ങൾക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ തട്ടിയെടുക്കാൻ ഇത്തരം കുറുക്കുവഴികൾ അനുവദിക്കില്ലെന്ന് മദ്രാസ് ഹൈക്കോടതിയുടെ ഈ വിധി പ്രീണന രാഷ്ട്രീയക്കാർക്ക് കനത്ത തിരിച്ചടിയാണ്. ജസ്റ്റിസ് മലയാളം.